വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. सीताराम लक्ष्मण हनुमान की, अयोध्या धाम की. रामाय रामचंद्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः. हरे कृष्ण. എല്ലാവർക്കും അയോധ്യയിലേക്ക് സ്വാഗതം. പഴയ വളരെ പുരാതനമായ ഒരു നഗരമാണ് അയോധ്യ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. ഭാരതത്തില് ഒരു 6-7 സ്ഥലങ്ങള് വളരെ വളരെ പുരാതനമായ സ്ഥലങ്ങളാണ്. ഭാഗവതത്തിലും രാമായണത്തിലും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ പുരാതന നഗരങ്ങളുണ്ട്. ഉദാഹരണം കാശി. ഇംഗ്ലീഷിൽ ക്യാഷ് എന്ന് പറയില്ലേ, ക്യാഷ്. ഈ ക്യാഷ് എന്ന വാക്ക് കാശി എന്നാണ് വന്നത്. പണ്ട് ആൾക്കാർ നടന്നല്ലേ പോവുക. നടന്നു പോകുമ്പോൾ ചോദിക്കും കാശി എവിടെയാ എന്ന് ചോദിക്കും. ഗംഗയുടെ തീരത്ത് തന്നെ നടന്നാൽ മതി, തിളങ്ങുന്ന ഒരു ഗോപുരം കാണും, അതാ കാശി. സ്വർണ്ണ ഗോപുരം കാണും. കാശി വിശ്വനാഥന്റെ ക്ഷേത്രം മുഴുവനും ഒരു കാലത്തിൽ എന്തുകൊണ്ടായിരുന്നു? സ്വർണം പൊതിഞ്ഞതായിരുന്നു. ആ തിളങ്ങുന്ന ജ്വലിക്കുന്ന ഒരു ക്ഷേത്രം കാണും, അതാ കാശി എന്ന് പറയും. അപ്പൊ ഈ തിളങ്ങുന്നത് നോക്കി നോക്കി ആൾക്കാർ നടക്കും. ആ കാശി എന്ന വാക്കിൽ നിന്നാണ് എന്ത് വന്നത്? ക്യാഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വന്നത്. ശ്രീരാമചന്ദ്രമൂർത്തി അവതരിക്കുന്നതിന് മുമ്പേ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നഗരമാണ് ഏത്? അയോധ്യ നഗരം. ഈ രാജ്യത്തിന് എന്താ പേര്? കോശലദേശം. കോശലദേശത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ. അതായത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുമ്പേ ഭരിച്ച ഒരുപാട് രാജാക്കന്മാർ അനേകം തപസ്യ ചെയ്ത ഈ നാട്ടിന് ഇത്രയും പേര് വന്നത്.
സോ ഈ രാജാക്കന്മാര് യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് എതിനെയാ കരുതിയിരുന്നത്? തപോബലം. അതാണ് സമ്പത്ത്. ധനം സമ്പത്തായി അവർ കണക്കാക്കിയില്ല. കലികാലത്തിൽ നീചരായ മനുഷ്യർ മാത്രമേ ഇതിനെ സമ്പത്തായി കാണുള്ളൂ, പണത്തിനെ. സത്യയുഗത്തിലും മുൻപേ ഉള്ള യുഗത്തിലും തപോബലം, തപസ്യ. നമ്മളും വലിയ വലിയ തപസ്യ ചെയ്യുന്നുണ്ട്. എന്താണ്? ഏകാദശിക്ക് പുട്ട് കഴിക്കില്ല. വലിയ തപസ്യാണ് നമ്മൾ. പക്ഷെ അവർ ചെയ്യുന്ന തപോബലം, രാജാക്കന്മാരുടെ തപോബലം. രാമചന്ദ്രമൂർത്തിയുടെ പിതാവ് ദശരഥ മഹാതപോബലം ചെയ്ത ആളാണ്. ദശരഥ ചക്രവർത്തിയുടെ പിതാവ് അജൻ, ജന്മമില്ലാത്തവൻ അജ. അജന്റെ പിതാവ് രഘു, രഘുവംശം കേട്ടിട്ടില്ലേ? മഹാരാജ രഘു. ഈ രഘു 1000 യാഗങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. രഘുവിന്റെ പിതാവ് ദിലീപൻ. ഇത് ഈ പരമ്പരയിൽ വളരെ വളരെ പ്രസക്തിയുണ്ട്. അപ്പൊ ആദ്യത്തെ രാജാവ് ദിലീപനാണ് ഈ കോശല ദേശത്തിനെ സൃഷ്ടിച്ചത്. ദിലീപന്റെ മകൻ രഘു 1000 യാഗം ഈ പുണ്യഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. രഘുയുടെ മകൻ അജൻ. അജൻ എന്ന് വെച്ചാൽ ജന്മമില്ല. രാമാനുജ, രാമന്റെ അനുജൻ, അത് വേറെ. അജൻ കർദമാത്മജ, മകൻ, ഇനിയൊരു ജന്മമില്ല. അജ എന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ ഭഗവാന് അജ എന്നൊരു പേരുണ്ട്. പിന്നെ അജന്റെ മകൻ ദശരഥൻ. ദശരഥൻ ചക്രവർത്തിയായപ്പോ എത്രയാ പ്രായം? 8 മാസം. അച്ഛനൊക്കെ മരിച്ചുപോയി. പിന്നെ ശ്രീരാമചന്ദ്രമൂർത്തി. സോ ആദ്യത്തെ രാജാവ് ദിലീപൻ. ദിലീപൻ ഒരേ ഒരു തെറ്റ് ചെയ്തു. എന്തെന്ന് വെച്ചാല് ഗോമാത, കാമധേനു പശുവിനെ നിന്ദിച്ചു. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ രാജാക്കന്മാരുടെ തപോബലം, അവരുടെ സമ്പത്ത് തപോബലമാണ്. ഋഷികളെ വന്ദിക്കുക, പശുക്കളെ, പുണ്യ നദികളെ എല്ലാം തൊഴുക. ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് 90-95% കേരളീയരും എന്ത് കഴിക്കും? പശുവിനെ കഴിക്കും. മഹാപാപം. അതായത് ഇപ്പൊ ആൾക്കാർ കാശില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നില്ലേ? നാരായണന് 2 പത്നിമാർ. ആരൊക്കെയാ? ലക്ഷ്മി ദേവി, പൈസ, റിസോഴ്സ്, രണ്ടും ഉണ്ട് അല്ലേ? ലക്ഷ്മി ആൻഡ് ഭൂമി. നാരായണനെ സ്തുതിക്കും തോറും ഭൂമി ഇങ്ങനെ ഓപ്പൺ ആവും, തുറക്കും. താമരപ്പൂ സൂര്യനെ കണ്ടാൽ തുറക്കുന്നത് പോലെ നാരായണനെ ഭജിക്കും തോറും ഭൂമി തുറക്കും. ഭൂമി തുറന്നാൽ എന്തൊക്കെ കിട്ടും? കുടിക്കുന്ന വെള്ളം എവിടെന്നാ കിട്ടുന്നത്? ഭൂമി. ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത്? ഭൂമി. ഗോൾഡൊക്കെ എവിടെന്നാ കിട്ടുന്നത്? എല്ലാം ഭൂമിയിൽ നിന്നാണ്. ദൈവത്തിനെ ഭജിക്കുന്നത് നിർത്തിയാൽ ഭൂമി അടയും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇതെല്ലാം ഭൂമിയിൽ നിന്നാണ് കിട്ടുന്നത്. ദൈവത്തിനെ സ്തുതിച്ച പൈസയ്ക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല, റിസോഴ്സസിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇത് മനസ്സിലാക്കാതെ കേരളീയർ അല്ലെങ്കിൽ ഭാരതീയർ ഇത്രയും മത്സ്യമാംസാദികൾ കഴിച്ചാൽ ഇനിയുള്ള കാലം റബ്ബർ പാല് കുടിച്ച് ജീവിക്കേണ്ടി വരും. അത്ര ദയനീയ അവസ്ഥയിലാവും. ബിക്കോസ് കേരളത്തിൽ ഫുള്ള് റബ്ബർ, ഓൺലി റബ്ബർ. സോ വി ആർ ടേക്കിംഗ് ട്രെയിനിങ് ഹൗ ടു ഡ്രിങ്ക് റബ്ബർ മിൽക്ക്. ആ ഒരു അവസ്ഥയിലാവും. സോ ആദ്യത്തെ രാജാവ്, ഫസ്റ്റ് കിങ് ദിലീപൻ. ഒരു ദിവസം ഒരു മഹായജ്ഞത്തിന് ദിലീപൻ പോയ സമയത്ത് എല്ലാവരെയും തൊഴുതു, എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്തു, എല്ലാവരെയും ബഹുമാനിച്ചു. കാമധേനു പശുവിനെ കണ്ടപ്പോ, പശുവല്ലേ പിന്നെ നോക്കാന്ന് പറഞ്ഞങ്ങ് വിട്ടുപോയി.
അതായത് ചില പശുക്കളെ, ഒരു നല്ല രസകരമായ ഉദാഹരണമുണ്ട്. തെന്നാലി രാമന്റെ അടുത്ത് രാജാവ് ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ മൃഗം ഏതാണ്? തെന്നാലി രാമൻ പറഞ്ഞു, കുതിര. രാജാവ് ചോദിച്ചു, പശു അല്ലേ, കുതിരയെ പോയി പറയുന്നത്? തെന്നാലി രാമൻ പറഞ്ഞു, മൃഗങ്ങളിൽ കുതിര ശ്രേഷ്ഠം, പശു അമ്മയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പശുക്കളെ എന്താ പറയാ? മാത. അതില് 3-4 പശു ശ്രേഷ്ഠം. ഏതൊക്കെയാ? കാമധേനു, സുരഭി, നന്ദിനി. അത്രയുള്ളൂ. ഓക്കെ. സോ അപ്പൊ ഇതാണ് യഥാർത്ഥ സമ്പത്ത്. ബ്രാഹ്മണരെ പൂജിക്കുക, പശുക്കളെ പൂജിക്കുക. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ, ഭഗവാനെ പൂജിക്കുന്ന ഒരാൾ, ഭഗവാന് വേണ്ടി അർപ്പിച്ച ഒരാൾ. അല്ലാതെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജറായാൽ ബ്രാഹ്മണൻ. ഭഗവാന് സമർപ്പിച്ച ഒരാളാണ്, ബ്രഹ്മജ്ഞാനം നേടിയ ഒരാളാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണനെ പൂജിക്കുക, പശുവിനെ പൂജിക്കുക. സോ അന്ന് ദിലീപൻ എന്ത് ചെയ്തു? എല്ലാവരെയും ബഹുമാനിച്ചിട്ട് ആരെ വിട്ടുപോയി? കാമധേനു, മാത. തെന്നാലി രാമൻ പോലും പറഞ്ഞു. രാജാവ് ചോദിച്ചു, ശ്രേഷ്ഠമായ മൃഗം? തെന്നാലി രാമൻ കുതിര. പശുക്കളെല്ലാം അമ്മയാ, കാമധേനു, സുരഭി, നന്ദിനി. അപ്പോ അമ്മമാർക്ക് മക്കള് ചെയ്യുന്നത് ഒരിക്കലും തെറ്റായി തോന്നില്ല. പക്ഷെ അന്ന് കാമധേനുവിന് എന്തോ ഒരു വിഷമായി. കാമധേനു വിഷമിച്ചപ്പോ ഈ കോശല രാജ്യം ഡ്രൈ ആയി, വരണ്ടു പോയി. വെള്ളമില്ല, ഒന്നുമില്ല. എവ്രിതിങ് ഡിസപ്പിയർഡ്. വെള്ളം എല്ലാം പോയി. അപ്പൊ ഈ ദിലീപൻ ചെന്ന് ഋഷിമാരെടുത്ത്, വസിഷ്ഠരുടെ കുലഗുരു, കോശലദേശത്തിന്റെ കുലഗുരു ആരാണ്? വസിഷ്ഠ. വസിഷ്ഠരെടുത്ത് ചോദിച്ചു, എന്താണ് കാരണം? വസിഷ്ഠര് പറഞ്ഞു, കാമധേനുവിനെ ഇൻസൾട്ട് ചെയ്തു. അതുകൊണ്ട് കാമധേനുവിന്റെ അടുത്ത് ചെന്ന് സോറി പറയണം, മാപ്പ് ചോദിക്കണം. രാജാവ് കാമധേനുവിനെ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് നന്ദിനി പശുവിനെ കണ്ടു. മാപ്പ് ചോദിക്കാൻ പോവാ. നന്ദിനി ആരാണ്? കാമധേനുയുടെ മകളാണ്. ആ നന്ദിനി പശുവിനെ ഒരു സിംഹം ആക്രമിച്ച് കൊന്നു തിന്നുകയും ചെയ്തു. ഓൾമോസ്റ്റ് കടിച്ചു. അപ്പൊ ഇദ്ദേഹം ചെയ്ത് കരഞ്ഞു മാപ്പ് ചോദിച്ചു, വിട്ടേക്കാൻ പറഞ്ഞു. സിംഹം പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. സിംഹം ഒരു മൃഗത്തിനെ, പശുവിനെ, ആടിനെ കൊന്നാല് കേസുണ്ടോ? അത് അവരുടെ റൈറ്റ്സ് ആണ്. മനുഷ്യൻ ചെയ്താലേ ഉള്ളൂ കേസ്. മനുഷ്യൻ എന്ത് ചെയ്യും വെച്ചാൽ അവന്റെ പുല്ലും പച്ചക്കറിയും തിന്നിട്ട് സിംഹത്തിന്റെ പശുവിനാടെ അതും കൂടെ തിന്നോളും, രണ്ടും തിന്നോളും മനുഷ്യൻ. അപ്പോ നന്ദിനി എടുത്ത് വിട്ടേക്കാൻ പറഞ്ഞു. സിംഹം പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സോ ദിലീപൻ പറഞ്ഞു, നിനക്ക് ഭക്ഷണമല്ലേ വേണ്ടത്, ഞാൻ എന്നെ സമർപ്പിക്കാം, നന്ദിനി പശുവിനെ വിട്ടേക്കാൻ പറഞ്ഞു. പശുവിന് വേണ്ടി അന്ന് ഈ രാജാവ് ജീവൻ അർപ്പിക്കാൻ തയ്യാറായി. ഉടനെ 33 കോടി ദേവഗണങ്ങളും ഇവിടെ പ്രത്യക്ഷമായി. മഹാനദി, ഗംഗയുടെ ശാഖ സരയു ഇവിടെ പ്രത്യക്ഷമായി. ധർമ്മിഷ്ഠരായ ചക്രവർത്തിമാർ ഉള്ളത് വരെയും ഈ ദേശത്തിന് ഒരു ദോഷവുമില്ല എന്ന് പറഞ്ഞ് അവൻ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ കോശല ദേശം മഹാപ്രസിദ്ധമായത്. അപ്പൊ അന്ന് സരയു നദിയും പ്രത്യക്ഷമായി, ഗംഗയുടെ ശാഖ. സരയു നദിയല്ല, ശ്രീരാമ, ലക്ഷ്മണ, ഭരത അവരുടെ സമാധിയാണ്. അയോധ്യവാസികളെല്ലാം അവസാനം എതിലായി ഇറങ്ങിപ്പോയത്? സരയൂ. ഹരേ കൃഷ്ണ. അപ്പോ ഈ അയോധ്യ ദേശം, കോശല ദേശം ഐശ്വര്യ സമ്പന്നമായിരുന്നു. ഈ രാജാക്കന്മാരുടെ തപോബലം കൊണ്ട്. രാമായണത്തിൽ ഒരു ശ്ലോകമുണ്ട്. ഒരു അമ്മ മുറ്റത്ത് ധാന്യങ്ങൾ ഉണക്കിയിട്ടിരിക്കുക. അപ്പൊ പക്ഷികളെല്ലാം വന്ന് കടിച്ചിട്ട് പോകും, അമ്മ ഒന്നും ചെയ്യില്ല. ഒരു നായ വന്ന് കടിച്ചപ്പോ ചെവിയിലുള്ള സ്വർണം എടുത്ത് അങ്ങ് എറിഞ്ഞു കൊടുത്തു.
പഴയ ഈ TVS ബോൾട്ട് പോലെ കണ്ടിട്ടുണ്ടോ? പഴയ ചെവിയിൽ ഇങ്ങനെ വലുതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇൻ കർണാടക ഓൾസോ ദേ വെയർ ലൈക്ക് ദാറ്റ് ഓൾഡൻ ഡേയ്സ്. നോ, ദേ ഡോണ്ട് വെയർ ഗോൾഡ്. ബിഗ് ഗോൾഡ് ചെവിയെല്ലാം കൂടെ ഇങ്ങ് താഴെ വന്നിരിക്കും. അതെടുത്ത് എറിഞ്ഞു. അത്രയും സമ്പത്താണ് അവർക്ക്. വീട്ടിൻ്റെ മുറ്റത്ത് സ്വർണ്ണ പാത്രത്തിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വഴിപോക്കർക്ക് വെള്ളം കുടിക്കാം, പാത്രം ഇഷ്ടമാണെങ്കിൽ എടുത്തോണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. പക്ഷേ ഭാരതത്തിലുള്ള ഓരോ ക്ഷേത്രങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു 5-6 കൊല്ലം മുമ്പേ ജഗന്നാഥ് പുരിയിൽ കോമ്പൗണ്ട് വാൾ, മതിൽ ചുമര് പൊട്ടി റിപ്പയർ ചെയ്തപ്പോൾ അകത്തിരുന്ന് സിൽവർ സ്ലാബ്, ഈ ഗ്രാനൈറ്റ് സ്ലാബ് കണ്ട് സിൽവർ സ്ലാബ് വരുന്നു പുറത്ത്. ചിലപ്പോൾ അപ്പം ചുടുകട്ട കിട്ടാത്തതുകൊണ്ട് അതെടുത്ത് വെച്ച് കട്ടിയെന്ന് തോന്നുന്നു. ഓരോ ക്ഷേത്രവും ഇതിന് സാക്ഷ്യം വഹിക്കും. അത്രയും സമ്പത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉടുപ്പി പോയിരുന്നു. ഉടുപ്പിക്കകത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് മൊത്തം ഗോൾഡ് അത്ര. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് വരെ. അത്ര സമ്പത്തുണ്ടായിരുന്നു. പിന്നെ മനുഷ്യര് വന്ന് മത്സ്യമാംസാദികൾ കഴിച്ച് ഇടുങ്ങിയ ചിന്താഗതി, ഞാൻ അഹം വന്നതോടെ ഭൂമി അങ്ങ് അടങ്ങും. കുറച്ച് വെള്ളം തരും, അത് പെപ്സിക്കാരൻ കൊണ്ടുപോകും. 4 പച്ചക്കറി തരും, ബാക്കി എല്ലാം ഭൂമി അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഭഗവാന്റെ നാമജപവും ഇതും ചെയ്യുമ്പോൾ ഭൂമി എന്ത് ചെയ്യും? പതുക്കെ ഓപ്പൺ ചെയ്യും. എന്തൊക്കെയാ തപസ്യ? നാവിന്റെ തപസ്യ എന്താ? നാമജപം ചെയ്യുക, മറ്റുള്ളവരെ ഹൃദയം വേദനിക്കാതെ ഹിതമായി സംസാരിക്കുക. ഇതൊക്കെ നാവിന്റെ തപോഫലം. ചെവിയുടെ തപസ്യ എന്താ? മനസ്സിൽ എന്താ പറയാ, ഈ ഭയങ്കര പ്രക്ഷോഭം ഉണ്ടാക്കുന്നത് കേൾക്കാതിരിക്കുക. ഈ ചിലരൊക്കെ ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് അജിറ്റേറ്റ് ചെയ്യും. കേൾക്കണം മുമ്പ് അങ്ങനെ ആരാ പറഞ്ഞു, ഞാൻ ഇപ്പം അങ്ങനത്തെ വാക്കുകളൊക്കെ ഇല്ലേ? മനസ്സിൽ ഇതെല്ലാം വെറുതെ BP കൂടി എല്ലാം കൂടി അവസാനം കിടക്കും. ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റെ തപസ്യയുണ്ട്. ഭഗവത്ഗീത പറയുന്നു മനസ്സിന്റെ തപസ്യ എന്താ? അപ്രീതികരമായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാം. ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തെല്ലാം വേണ്ടാതീനാണ് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലേ? എല്ലാ മരുമകളും വിചാരിക്കും അമ്മായിയമ്മ തട്ടിപ്പോയിരുന്നെങ്കിൽ. എല്ലാവരും കാരണം ഇത് പുറത്തറിയാത്തത് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. മനസ്സിന്റെ തപസ്യ ഇവിടെ പറയുന്നത് ഇത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ജന്മസ്ഥാനമാണ് എന്നാ പറയുന്നത്. പക്ഷെ ശാസ്ത്രീയമായ തെളിവില്ല അതിന്. കാരണം ഇതെല്ലാം നടക്കുന്നത് ത്രേതായുഗത്തിലാണ്. ത്രേതായുഗം എന്ന് പറയുമ്പോൾ ഏകദേശം 4 ലക്ഷം + 8 ലക്ഷം 12 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അയോധ്യ ദേശം, അതിൽ സംശയമില്ല. ശരയൂ നദി, അതും സംശയമില്ല. പക്ഷെ ഈ കൃത്യ സ്ഥലമാണോ ജന്മസ്ഥാനം എന്ന് ചോദിച്ചാൽ അറിയില്ല. മുൻപേ തടി കൊണ്ടൊരു ക്ഷേത്രമുണ്ടായിരുന്നു. അതിനു മുമ്പേ വെള്ളിയിൽ നിർമ്മിച്ച ക്ഷേത്രവും, അതിനു മുമ്പേ ഇവിടെ സ്വർണം കൊണ്ട് നിർമ്മിതമായ ക്ഷേത്രവും ഉണ്ടായിരുന്നു. പിന്നെ 700-800 വർഷങ്ങൾക്ക് മുമ്പേ മുഗൾ രാജാക്കന്മാർ വന്ന കാലഘട്ടത്ത് ഈ ക്ഷേത്രം അവർ പൊളിച്ചു. അധികമൊന്നുമില്ല. അവര് ഭാരതത്തിൽ 12,000 ക്ഷേത്രങ്ങൾ മാത്രമേ പൊളിച്ചിട്ടുള്ളൂ, അധികമൊന്നുമില്ല. വൃന്ദാവനത്തിൽ 3000.